ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തെളിവെടുപ്പിന്റെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം SIT സംസ്ഥാനത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യും. ബംഗളൂരുവിലും ചെന്നൈയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ രേഖകളും ആവശ്യപ്പെട്ടു. SIT അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമെന്നും സ്വർണ്ണപ്പാളി കൈമാറിയതിൽ വീഴ്ചയുണ്ടായെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇന്ന് വാർത്താസമ്മേളനത്തിൽ സമ്മതിച്ചു. 2025 ഈ ബോർഡിന്റെ നേതൃത്വത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ നവീകരിക്കുവാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് കൃത്യമായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് തിരുവാഭരണ കമ്മീഷണറുടെ നേതൃത്വത്തിൽ SP വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ സമസ്ത ഉദ്യോഗസ്ഥന്മാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ കൃത്യമായ മഹസർ തയ്യാറാക്കി 22 കിലോഗ്രാം ചെമ്പ്, അതിൽ 281 ഗ്രാം സ്വർണം എന്നൊക്കെ മഹസർ തയ്യാറാക്കി വീഡിയോ ചിത്രീകരണത്തോടുകൂടി സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ ഒരു വീഴ്ച പറ്റി. എന്താണ് വീഴ്ച? സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല. അതൊരു വീഴ്ച തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയും. വെരി ഗുഡ് മോർണിംഗ് SKN. അതായത് ഇന്ന് പുലർച്ചെയാണ് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ക്രൈംബ്രാഞ്ച് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിലേക്ക് തിരിച്ചത്. ഇന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നും 9:50 ഫ്ലൈറ്റിന് ബാംഗ്ലൂരിലേക്ക് അവർ പുറപ്പെട്ടതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ 3 ദിവസത്തേക്ക് ഇന്ന് ബാംഗ്ലൂരിൽ, നാളെ ഹൈദരാബാദും മറ്റന്നാൾ സ്മാർട്ട് ക്രിയേഷൻസിൽ, അതായത് അമ്പത്തൂരിലുള്ള ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് സ്ഥാപനം, അങ്ങനെ 3 സ്ഥലത്തെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി എടുത്ത് 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് തെളിവെടുപ്പിനായി പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ പുളിമാത്തിലെ വീട്ടിലേക്കടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ടെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നില്ല. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസിലെ ആദ്യ കേസിലെ 2ാം പ്രതിയും രണ്ടാമത്തെ കേസിലെ 6ാം പ്രതിയുമായിട്ടുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തത്. മുരാരി ബാബുവിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അത്തരത്തിൽ ഇവരെ രണ്ടുപേരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിന് ശേഷം മാത്രം മതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംസ്ഥാനത്തിന് പുറത്തിലേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയാൽ മതിയുള്ള തീരുമാനം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുരാരി ബാബുവിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ഒപ്പം തന്നെ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബാംഗ്ലൂരിലേക്ക് അന്വേഷണ സംഘം പോയത്. ബാംഗ്ലൂരിൽ വെച്ചാണ് ഏറ്റവും പ്രധാനമായും ഈ 2019 ഈ ജൂലൈ 19 20 ഈ സ്വർണ്ണപ്പാളി ചെമ്പന്ത് രേഖപ്പെടുത്തിയ ശേഷം കൊണ്ടുപോയത് ആദ്യം ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് ഹൈദരാബാദിൽ എത്തിച്ചാണ് ഈ സ്വർണം രാസമാറ്റം വരുത്തി ചെമ്പ് പാളിയിൽ നിന്ന് സ്വർണം മാറ്റിയെടുത്ത് വിറ്റത്. ഇത് കൽപേഷ് എന്ന ആൾക്ക് കൊടുത്തു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. അങ്ങനെ കൽപേഷ്, നാഗേഷ് അടക്കമുള്ള ഒട്ടേറെ ആൾക്കാരുണ്ട്. ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരി, ഈ സ്മാർട്ട് ക്രിയേഷന്റെ CEO ആണ്. പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള ആളുകളുടെ പേര് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ 15ഓളം ഉന്നതരായിട്ടുള്ള പേരും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ കർണാടകയിൽ തന്നെയുള്ള 4, 5, 6 പേരുണ്ട്. ഇത്തരം ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും നടക്കുക. ഈ കേസിലെ ADGP ക്രൈംബ്രാഞ്ച് മേധാവി ഒഴികെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ചെന്നൈയിലേക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോയി എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.